ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാരിന് പ്രതിരോധം തീർത്ത് CPIM. റിപ്പോർട്ടിലെ ഒരു ഭാഗവും വെട്ടിമാറ്റിയിട്ടില്ലെന്നും പരാതിയില്ലാതെ കേസെടുത്താൽ നിലനിൽക്കില്ലെന്നും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. റിപ്പോർട്ടിലെ തുടർ നടപടികളിൽ മന്ത്രിമാർക്കിടയിലെ അഭിപ്രായ ഭിന്നത തുടരുകയാണ്. ആരോപണങ്ങൾ അന്വേഷിക്കുന്നതിന് പ്രത്യേക സംഘത്തെ രൂപീകരിക്കണമെന്ന ആവശ്യവുമായി പ്രതിപക്ഷവും രംഗത്തെത്തി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അടിമുടി പ്രതിരോധത്തിൽ നിൽക്കുന്ന സർക്കാരിനെ സംരക്ഷിക്കാൻ CPIM തന്നെ നേരിട്ട് രംഗത്ത്. കേസെടുക്കുന്നില്ല എന്ന വിമർശനത്തിന് കോടതി പറയട്ടെ എന്ന മറുപടി. ചില ഭാഗങ്ങൾ വെട്ടിമാറ്റിയെന്ന പരാതി തള്ളി. പൂഴ്ത്തിവെക്കുകയും വെട്ടിക്കുറയ്ക്കുകയും ചെയ്തിട്ടില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ചില ഭാഗങ്ങൾ സർക്കാർ വെട്ടിയോ എന്നുള്ളതാണ്. സർക്കാർ ഒരു ഭാഗവും വെട്ടി കുറച്ച് നൽകേണ്ട ഒരു കാര്യമില്ല, കൂട്ടിച്ചേർത്ത് നൽകേണ്ട കാര്യമില്ല. ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ ഒരു തരത്തിലുള്ള കൈയടത്തലും ഉണ്ടായിട്ടുമില്ല. നിയമ നടപടിയെക്കുറിച്ചുള്ള മന്ത്രി KN ബാലഗോപാലിന്റെ പരാമർശത്തിൽ വിയോജിച്ച് മന്ത്രി K രാജൻ രംഗത്തെത്തി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് ഓരോ മന്ത്രിമാരും ഓരോ പാർട്ടിയും പറയേണ്ട ഒരു ഘട്ടമായിട്ടില്ല. സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി വളരെ കൃത്യതയോട് കൂടിയിട്ടാണ് ആ കാര്യത്തിൽ പത്രസമ്മേളനം നടത്തി കാര്യങ്ങൾ വിശദീകരിച്ചത്. വേണ്ടത് കോൺക്ലേവ് അല്ല നടപടിയെന്ന് CPI ദേശീയ നിർവാഹക സമിതി അംഗം ആനി രാജ. ബന്ധപ്പെട്ട മന്ത്രിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രി അടക്കം ഇരുന്നു കൊണ്ട് ഇതിൽ എന്തൊക്കെയാണ് അടുത്ത സ്റ്റെപ്പ് എന്നുള്ളതിനെ കുറിച്ച് ആലോചന എന്നുള്ളതിനപ്പുറത്തേക്ക് വേറൊരു അവഹേളിക്കുന്ന രീതിയിലുള്ള ഒരു നടപടിയും ഈ സാംസ്കാരിക വകുപ്പിന്റെയോ അല്ലെങ്കിൽ കേരള ഗവൺമെന്റിന്റെയോ ഭാഗത്തൊന്നും ഉണ്ടാകരുത്. സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. വനിതാ IPS ഉദ്യോഗസ്ഥയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപീകരിക്കണമെന്നും ആവശ്യം. കോൺക്ലേവ് നടത്താൻ അനുവദിക്കില്ലെന്നും പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ചു. ഈ ഉത്തരവാദികളായ ആളുകളെ അവരുടെ പേരിൽ നിയമപരമായ നടപടികൾ സ്വീകരിച്ച് അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാതെ ഈ ഇരകൾക്ക് നീതി കൊടുക്കാതെ ഷിയാസെ കൊച്ചിയിൽ നമ്മൾ ഈ കോൺക്ലേവ് നടത്താൻ നമ്മൾ സമ്മതിക്കില്ല. റിപ്പോർട്ടിൽ ഓരോ ദിവസവും പുറത്തുവരുന്ന വിവരങ്ങൾ സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയാണ്. 24 തിരുവനന്തപുരം.